നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്. കഴിഞ്ഞ ദിവസം മസഗോൺ ഡോക്ക് 1.08% ഇടിഞ്ഞ് 2258 ക്ലോസിംഗ് നൽകി. സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ 2484, 52 വീക്ക് ലോ 612. മസഗോൺ ഡോക്ക്, IRFC, NLC തുടങ്ങിയ കമ്പനികളിൽ 2024 മാർച്ച് മാസത്തിന് മുൻപ് OFS പ്രതീക്ഷിക്കാം എന്നതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ഒരു സീനിയർ ഒഫീഷ്യൽ നൽകിയ റിപ്പോർട്ട് പ്രകാരം NLC, IRFC, മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയ കമ്പനികളിൽ 2024 മാർച്ച് 31 മുൻപ് OFS പ്രതീക്ഷിക്കാം. ഗവൺമെൻറ് ഈ 3 കമ്പനികളിലും 10% സ്റ്റേക്ക് സെൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. 2024 ഫിനാൻഷ്യൽ ഇയറിൽ 51,000 കോടി രൂപയുടെ OFS, 51,000 കോടി രൂപയുടെ ഡൈവേസ്റ്റ്മെൻ്റ് ആയിരുന്നു ഗവൺമെൻറ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇതുവരെ 10,051 കോടി രൂപ മാത്രമേ ഗവൺമെൻറ്റിന് സമാഹരിക്കാൻ സാധിച്ചുള്ളൂ. ഈ 3 കമ്പനികളിലും ഓഫർ ഫോർ സെയിൽസ് കൊണ്ടുവരികയാണെങ്കിൽ ഏകദേശം 21,200 കോടി രൂപ സമാഹരിക്കാൻ സാധിക്കും. 3 സ്റ്റോക്കുകളും റീസെൻ്റ്ലി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. NLC 32,585 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി 3 മാസം കൊണ്ട് 80% റിട്ടേൺ നൽകി. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് 46,381 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി 3 മാസം കൊണ്ട് 8% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 100% മുകളിൽ റിട്ടേണും നൽകിയിട്ടുണ്ട്. IRFC ഈ വർഷം, അതായത് കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 200% റിട്ടേൺ നൽകുകയും 1.33 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുമാണ്. IRFC കഴിഞ്ഞ 3 മാസം കൊണ്ട് 36% റിട്ടേണാണ് നൽകിയത്. റീസെൻ്റ്ലി ഗവൺമെൻറ് ചില കമ്പനികളിൽ OFS കൊണ്ടുവരാൻ ശ്രമിക്കുകയും എന്നാൽ ബയേഴ്സിൻ്റെ സൈഡിൽ നിന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് OFS പരാജയപ്പെടുകയും ചെയ്തിരുന്നു. ഫെർട്ടിലൈസർ സെക്ടറിലും ഇൻഷുറൻസ് സെക്ടറിലുമായിരുന്നു ഗവൺമെൻറ് OFSന് ശ്രമിച്ചത്. രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ, നാഷണൽ ഫെർട്ടിലൈസർ, മദ്രാസ് ഫെർട്ടിലൈസർ തുടങ്ങിയ കമ്പനികളിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന OFS പരാജയപ്പെട്ടിരുന്നു. രാഷ്ട്രീയ കെമിക്കൽസിൽ 10%വും നാഷണൽ ഫെർട്ടിലൈസറിൽ 20%ഓളവും സ്റ്റേക്ക് സെൽ ചെയ്ത് 1,200 കോടി രൂപ സമാഹരിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത്. പക്ഷേ ബയേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തത് മൂലമാണ് ഈ OFSകൾ ഫ്ലോപ്പായത്. ഫെർട്ടിലൈസർ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ഫെർട്ടിലൈസറിൻ്റെ പ്രൈസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മൂലമാണ് ഇൻവെസ്റ്റേഴ്സ് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ അത്ര താല്പര്യം കാണിക്കാത്തത്. അതുപോലെ തന്നെ 2 പബ്ലിക് ലിസ്റ്റഡ് ഇൻഷുറൻസ് കമ്പനികളിലും ഗവൺമെൻറ് OFSന് ശ്രമിച്ചിരുന്നു. അവിടെയും ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ആ OFSും പരാജയപ്പെട്ടു. അതുകൊണ്ട് 3 സ്റ്റോക്കുകൾ, അതായത് PSU സെഗ്മെൻറ്റിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, NLC, IRFC തുടങ്ങിയ സ്റ്റോക്കുകളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ 3 സ്റ്റോക്കുകളിലും OFS ഡിക്ലെയർ ആവുകയാണെങ്കിൽ സ്റ്റോക്ക് ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ജിയോ ഫിനാൻഷ്യൽ 3% ഉയർന്ന് 241 ക്ലോസിംഗ് നൽകി. 1.53 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ 52 വീക്ക് ആയി 266, 52 വീക്കിലോ 202. ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ ആംഫി, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ, ഒഫീഷ്യലി ലാർജ് ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇവിടെ കമ്പനിയെ ലാർജ് ക്യാപ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാലുള്ള ബെനിഫിറ്റ്, ഇവിടെ പാസീവ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും അതുപോലെ തന്നെ ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ നിന്നും ലാർജ് ക്യാപ് ബേസ്ഡ് ആയിട്ടുള്ള പാസീവ് ഫണ്ടുകളിൽ നിന്നും മണി ഇൻഫ്ലോ ഈ സ്റ്റോക്കുകളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ആംഫിയുടെ കണക്കനുസരിച്ച് 67,000 കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളെ ലാർജ് ക്യാപ്പിലും 22,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികളെ മിഡ് ക്യാപ്പിലും 17,000 മിഡ് ക്യാപ്പ് കാറ്റഗറിയിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ച് കമ്പനികളെ സീരിയൽ ബേസ്ഡ് അറേഞ്ച് ചെയ്യുമ്പോൾ 1 മുതൽ 100 വരെ മാർക്കറ്റ് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്ന കമ്പനികളെ ലാർജ് ക്യാപ്പ് കമ്പനികളായിട്ടും 101 മുതൽ 250 വരെ മാർക്കറ്റ് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്ന കമ്പനികളെ മിഡ് ക്യാപ്പായിട്ടും 281 മുകളിൽ മാർക്കറ്റ് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്ന കമ്പനികളെ സ്മാൾ ക്യാപ്പായിട്ടുമാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഒഫീഷ്യലി ലാർജ് ക്യാപ്പ് സ്റ്റോക്കായി. അതേസമയം ടാറ്റ ടെക്നോളജി, IRDA, JSW ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികൾ മിഡ് ക്യാപ്പ് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. PFC, IRFC, മൈക്രോടെക് ഡെവലപ്പേഴ്സ്, പോളിക്യാബ് ഇന്ത്യ, REC, ശ്രീറാം ഫിനാൻസ്, യൂണിയൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ കമ്പനികൾ മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ നിന്നും റീസെൻ്റ്ലി ലാർജ് ക്യാപ്പ് കാറ്റഗറിയിലേക്ക് അപ്ഗ്രേഡ് ആയ സ്റ്റോക്കുകളാണ്. അതേസമയം ചില സ്റ്റോക്കുകൾ ലാർജ് ക്യാപ്പിൽ നിന്നും മിഡ് ക്യാപ്പിലേക്ക് ഡൗൺഗ്രേഡ് ആവുകയും ചെയ്തിട്ടുണ്ട്. PI ഇൻഡസ്ട്രീസ്, അദാനി വിൽമാർ, UPL, IRCTC, ബോഷ്, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്, സംവർധന മദർസൺ, ഹീറോ മോട്ടോർ കോർപ്പ് തുടങ്ങിയ കമ്പനികളാണ് ലാർജ് ക്യാപ്പ് കാറ്റഗറിയിൽ നിന്നും മിഡ് ക്യാപ്പ് കാറ്റഗറിയിലേക്ക് ഡൗൺഗ്രേഡ് ആയത്.
കൂടാതെ ചില സ്റ്റോക്കുകൾ മിഡ് ക്യാപ് കാറ്റഗറിയിൽ നിന്നും സ്മാൾ ക്യാപ് കാറ്റഗറിയിലേക്ക് ഡൗൺഗ്രേഡായി. രാജേഷ് എക്സ്പോർട്ട്, ഫൈസർ, ആരതി ഇൻഡസ്ട്രീസ്, വിനതി ഓർഗാനിക്സ്, ക്രോംപ്ടൺ ഗ്രീവ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ്, വേൾപൂൾ, അതുൽ, നവീൻ ഫ്ലൂറൈൻ, സുമിതോമോ കെമിക്കൽസ്, ലൗറസ് ലാബ്, ആദിത്യ ബിർള ഫാഷൻ, ഭാരത് ഡൈനാമിക്സ്, ബാറ്റ ഇന്ത്യ, കജാരിയ സെറാമിക്സ് തുടങ്ങിയ കമ്പനികളാണ് മുമ്പ് മിഡ് ക്യാപ് കാറ്റഗറിയിൽ ഉണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ സ്മാൾ ക്യാപ് കാറ്റഗറിയിലേക്ക് ഡൗൺഗ്രേഡ് ആയതും. ജിയോ ഫിനാൻഷ്യൽ സർവീസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ അപ്ഡേറ്റ്. പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ KR ചോക്സെ ജിയോ ഫിനാൻഷ്യൽ സർവീസിന് ബൈ എന്ന റേറ്റിംഗും 290 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും 24% ഹയർ സൈഡിലുള്ള ടാർഗറ്റാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസിന് KR ചോക്സെ നൽകിയിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഉയർന്ന ടാർഗറ്റ് നൽകിയതിൻ്റെ പിന്നിലെ റാഷണലൈസേഷൻ മനസ്സിലാക്കാം. ഒന്നാമത്തെ റാഷണലൈസേഷൻ ഫിനാൻഷ്യൽ സെക്ടറിലേക്കുള്ള കമ്പനിയുടെ ഡീപ്പ് പെനട്രേഷൻ പവറാണ്. ആൾറെഡി റിലയൻസ് ജിയോ എന്ന ടെലികോം വിങ്ങും കൂടാതെ റിലയൻസ് റീറ്റെയിലും വഴി ഉയർന്ന കൺസ്യൂമർ ബേസും ക്ലയൻറ്റ് ലിസ്റ്റും റിലയൻസിനുണ്ട്. ഈ ഒരു ക്ലയൻറ്റ് ലിസ്റ്റിൻ്റെയും ഉയർന്ന കൺസ്യൂമർ ബേസിൻ്റെയും പശ്ചാത്തലത്തിൽ ഫിനാൻഷ്യൽ പ്രോഡക്റ്റുകൾ വളരെ പെട്ടെന്ന് ഇൻഡിവിജ്വലിലേക്ക് കമ്പനിക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് ഒരു ഡീപ്പ് പെനട്രേഷൻ സ്വഭാവത്തെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലുണ്ടാകുന്ന വളർച്ചയാണ്. 2024 ഫിനാൻഷ്യൽ ഇയർ എൻഡോടുകൂടി അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 46 ബില്യൺ രൂപയ്ക്ക് മുകളിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ജിയോ ഫിനാൻഷ്യൽ സർവീസ് വഴി UPI ബേസ്ഡ് പേയ്മെൻറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള പേയ്മെൻറ്റുകളും നടക്കാൻ പോകുന്നു. ഇവിടെ റിലയൻസ് റീറ്റെയിലിൻ്റെയും റിലയൻസ് ജിയോയുടെയും ട്രാൻസാക്ഷൻസ് മാക്സിമം ജിയോ ഫിനാൻഷ്യൽ വഴിയായിരിക്കും നടക്കുന്നത്. ഇത് കമ്പനിയുടെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിനും കമ്പനിയിലെ റീറ്റെയിലർ കൺസ്യൂമർ ബേസ് അല്ലെങ്കിൽ റീറ്റെയിലർ കസ്റ്റമർ ബേസ് ഉയർത്തുന്നതിനും സഹായകമായേക്കും. മൂന്നാമത്തേത് റിലയൻസിൻ്റെ ജിയോ ഫിനാൻഷ്യൽ സർവീസ് ബ്രോക്കേജ് ഏജൻസി പോലുള്ള അതായത് ഇൻഷുറൻസ് ബ്രോക്കിംഗ് പോലുള്ള ബിസിനസ്സുകളിലും ഇൻഷുറൻസ് ബ്രോക്കിംഗ് പോലുള്ള ബിസിനസ്സുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ രീതിയിലുള്ള പ്രൊഡക്റ്റുകളും ഇൻഷുറൻസ് സെക്ടറിലേക്ക് കൂടി ഇറങ്ങി അവിടെയുള്ള പ്രൊഡക്റ്റുകളും കമ്പനി ജനങ്ങളിലേക്ക് എത്തിക്കും. ഇതൊരു ഫിനാൻഷ്യൽ സെക്ടർ എന്നതിലുപരി അസറ്റ് മാനേജ്മെൻറ്റ് ബിസിനസ്സിലേക്ക് കൂടി വളരുന്ന അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന വളരെ വലിയ ഒരു കമ്പനിയായിട്ടാണ് വരുന്നത്. റീസെൻ്റ്ലി പല NBFC കമ്പനികളും സേവിങ്സ് അക്കൗണ്ടുകളും കറണ്ട് അക്കൗണ്ടുകളും ഓഫർ ചെയ്യുന്നു. ഇതിൽ തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസും വരും സമയങ്ങളിൽ സേവിങ്സ് അക്കൗണ്ടുകളും കറണ്ട് അക്കൗണ്ടുകളും ഓഫർ ചെയ്യാനും ഡെബിറ്റ് കാർഡ് പോലുള്ള സർവീസുകൾ ആരംഭിക്കാനും സാധ്യതയുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് KR ചോക്സെ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 290 രൂപയുടെ ടാർഗറ്റും നൽകിയിരിക്കുന്നത്. റീസെൻ്റ്ലി ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി ബ്ലാക്ക് റോക്കുമായി പാർട്ണർഷിപ്പിലെത്തുകയും സെബിയിൽ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയുമാണ്. ഓവറാൾ വരും സമയങ്ങളിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ശ്രദ്ധിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.